നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, നമ്മൾ സെക്കൻഡ് കാറ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അറിയാമോ? സെക്കൻഡ് കാറ് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം അറിയാമോ? വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ്. പലരും സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്ത് പണി കിട്ടി വീണ്ടും അത് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഇനി ആർക്കും ഒരു അബദ്ധവും പറ്റില്ല. നിങ്ങൾക്ക് സെക്കൻഡ് കാറ് എടുക്കണോ അല്ലെങ്കിൽ നിങ്ങളെ കാറ് കൊടുക്കണോ, നിങ്ങളെ വണ്ടി സർവീസ് ചെയ്യണോ, നിങ്ങളെ വണ്ടി പെയിൻറ്റ് ചെയ്യണോ, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ അതിനുള്ളൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മെയിനായിട്ട് സെക്കൻഡ് കാർ എടുക്കുമ്പം ഒരിക്കലും നമ്മൾ ഭംഗി നോക്കി ഒന്നും എടുക്കരുത്. കാറായാലും മനുഷ്യനായാലും മനസ്സിലാവും. ഒരിക്കലും ഭംഗി നോക്കരുത്. നമ്മൾ മെയിനായിട്ട് ജസ്റ്റ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ കിലോമീറ്റർ നോക്കുക. പിന്നെ ഏത് ഡീലറിലാണോ സർവീസ് ചെയ്യുന്നത് എൻ്റെ വെഹിക്കിൾ ഹിസ്റ്ററി നോക്കുക. പിന്നെ ടയർ സ്റ്റെപ്പിന് ഉൾപ്പെടെ നോക്കുക. പിന്നെ ബാറ്ററി. ഇത്രയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ വണ്ടി ഉറപ്പായിട്ടും നമ്മൾ മാറ്റ് ഇട്ടേക്കുള്ളൂ. മാറ്റ് ഇളക്കി അതിൻ്റെ പ്ലാറ്റ്ഫോം നോക്കുക. അത് പലരും ശ്രദ്ധിക്കാറില്ല, മൊത്തം തുരുമ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുക. ചിലവർ ഇഷ്ടമെന്ന് വെച്ചാൽ ചിലവർക്ക് ഈ വണ്ടിയുടെ നമ്പരൊക്കെ അട്രാക്ഷൻ വരും, ചിലവർക്ക് കളറ്, പലർക്കും പല കാഴ്ചപ്പാടിലാണ് ഇഷ്ടങ്ങളുള്ളത്. ഇപ്പം ഒരു 1 ലക്ഷം രൂപ വണ്ടി ഇപ്പോൾ 2 ലക്ഷം രൂപ ചോദിക്കുകയാണ്. അത് സംഭവം 2255 മോഹൻലാലിൻ്റെ നമ്പറാണ്. പിന്നെ 369 അങ്ങനെ കുറേ ഫാൻസി നമ്പറിൽ ആകൃഷ്ടരായി വണ്ടി എടുക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ ഒരു സാധാരണ ഒരു വ്യക്തി പോകുമ്പം വണ്ടി നല്ല ഭംഗിയാണ്, അങ്ങനെ ഭംഗി കണ്ടെടുക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നോക്കുക. പിന്നെ പറ്റുമെങ്കിൽ ഒരു ടെക്നീഷ്യനെ വിളിച്ചുകൊണ്ട് പോവുക, ഓയിൽ ലെവൽ കാര്യങ്ങൾ നോക്കുക, ഒന്ന് ഓട്ടിച്ച് നോക്കുക. വണ്ടി അടുത്തുള്ള ലിഫ്റ്റുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അണ്ടർ ബോഡി മെയിനായിട്ട് നോക്കണം. പ്ലാറ്റ്ഫോമാണ് മെയിൻ. പിന്നെ ഹിസ്റ്ററി നോക്കുമ്പോൾ അറിയാം. പിന്നെ ചെറിയ ഡോറ്, ബമ്പർ അതൊന്നും മാറ്റിയെന്നും പറഞ്ഞിട്ട് അത് വലിയ മേജർ റിപ്പയർ ഒന്നും അല്ല. നോർമലി ഇപ്പം ഡോറ് ഇപ്പോൾ ചെറിയ സ്ക്രാച്ചായിട്ട് പോയാലും കമ്പനികൾ ഡോറ് മാറുന്ന ഒരു പതിവാണ് ഉള്ളത്. അപ്പോൾ അതൊന്നും ഹിസ്റ്ററിയിൽ വരും, പക്ഷേ അതൊന്നും വലിയ മേജർ ഒന്നുമല്ല. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കഴിയുന്നതും ബന്ധുക്കാരെയെന്നോ കൂട്ടുകാരെയെന്നോ കാറ് എടുക്കരുത്. അത് പിന്നെ നമുക്ക് പ്രശ്നങ്ങൾ വരും. നമുക്ക് ബന്ധുക്കാർ കൂട്ടുകാരത്തായാലും നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കഴിയുന്നതും അറിയാവുന്ന ആളെയൊന്നും വാഹനങ്ങൾ എടുക്കാൻ കഴിയുന്നതും ശ്രമിക്കരുത്. അത് പിന്നെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ കഴിയുന്നതും ട്രൂ വാല്യൂ ഷോപ്പ് ഉണ്ടല്ലോ എല്ലാവർക്കും, ആ ത്രൂ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാര്യം എന്ന് വെച്ചാൽ സെക്കൻഡ് വണ്ടി എടുത്താലും അവർ 3 ഫ്രീ സർവീസ് അവർ തരുന്നുണ്ട്, വാറണ്ടി തരുന്നുണ്ട്. പിന്നെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റ് കമ്പനി പോയി സംസാരിക്കാം. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഡയറക്റ്റ് അറിയാമെന്നുള്ള ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം കംപ്ലയിൻ്റ് ആകുമ്പോൾ വണ്ടിയാണ് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അതെല്ലാം കട്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെന്നും ബന്ധുകാരെന്നും മാക്സിമം സ്വന്തം അനിയനെ പോലെ വണ്ടി എടുക്കല്. അത് ഭാവിയിൽ പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. ഇത്രയും മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ റെഗുലർ സർവീസാണെന്ന് നോക്കുക. പിന്നെ അവർ ചോദിക്കുന്നുണ്ട് ഏത് കാറ്റഗറിയുള്ള വണ്ടി കൊള്ളാം. ഓരോ വണ്ടിക്ക്, എല്ലാ വണ്ടിക്കും അതിൻ്റേതായ മേന്മകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓരോ വണ്ടിക്ക് ഓട്ടിക്കാൻ ഓരോരോ സുഖങ്ങളാണ്. അപ്പോൾ എൻ്റെ ഇത് പലരും ചോദിക്കുന്നുണ്ട് ഏത് വണ്ടി കൊള്ളാം, ഏത് വണ്ടി നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലായിടത്തും ഡീലർഷിപ്പും നല്ല സർവീസും നല്ല കസ്റ്റമർ സപ്പോർട്ടും ഉള്ള ഡീലറിൽ നിന്ന് ഞാൻ വണ്ടി എടുക്കുകയുള്ളൂ. കൂടുതൽ ഞാൻ ചൂസ് ചെയ്യണമെങ്കിൽ മാരുതി, മുമ്പ് ഉപയോഗിച്ചിരുന്നുള്ള വണ്ടികളായതുകൊണ്ട് അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് എല്ലായിടത്തും പണി അറിയാം. നല്ല സർവീസാണ്, അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഓരോരുത്തർക്ക് ഓരോ അഭിരുചിയാണല്ലോ. അത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി സർവീസ് ചെയ്യണോ, പെയിൻറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ സെക്കൻഡ് വണ്ടി നിങ്ങൾക്ക് സെയിൽ ചെയ്യണോ, സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ എന്നെ വിളിക്കൂ. പറ്റുമെങ്കിൽ ഞാൻ കൂടെ വന്ന് വണ്ടി നോക്കി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള
വണ്ടി ഞാൻ സെലക്ട് ചെയ്ത് തരാം, ടൈം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു.